بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന് കീഴ്പ്പെട്ടതാണ്, അതുകൊണ്ട് മനുഷ്യരും അല്ലാഹുവിന് കീഴ്പ്പെടുക എന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെ അറിയിച്ചിരുകയാണ്. وَمَا بِكُم مِّن نِّعْمَةٍ فَمِنَ اللَّهِ ثُمَّ إِذَا مَسَّكُمُ الضُّرُّ فَإِلَيْهِ تَجْأَرُونَ. നിങ്ങളുടെ പക്കലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളതാണ്. ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിനോട് അപേക്ഷിക്കുന്നു. ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون. പിന്നീട് നിങ്ങളിൽ നിന്നും ബുദ്ധിമുട്ട് ദൂരീകരിച്ചാൽ നിങ്ങളിൽ ഒരു വിഭാഗം അവരുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു. لِيَكْفُرُوا بِمَا آتَيْنَاهُمْ فَتَمَتَّعُوا فَسَوْفَ تَعْلَمُونَ. നാം അവർക്ക് നൽകിയതിനെ നിഷേധിക്കാനാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക, അടുത്ത് തന്നെ നിങ്ങൾ അറിയുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഒരു സ്വഭാവത്തെ അറിയിച്ചിരുകയാണ്. മനുഷ്യർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ചെറുതു മുതൽ വലുത് വരെയുള്ള ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവാണ് നൽകിയത്. മനുഷ്യന് ദുനിയാവിൽ ജീവിക്കാൻ ദുനിയാവിനെയും ദുനിയാവിലെ കാലാവസ്ഥകളെയും എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ഭൗതിക സൗകര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു ഒരു മനുഷ്യന് നൽകി. അങ്ങനെ തുടങ്ങി ഏതെല്ലാം അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അവൻ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആരെങ്കിലും എണ്ണിത്തിട്ടപ്പെടുത്താനായി ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും അവന് ആ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അത്രയും ധാരാളം അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലോട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു എത്ര അനുഗ്രഹം നൽകിയെന്ന കാര്യം ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. ഈ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു മനുഷ്യന് നൽകി. എന്നാൽ ദുനിയാവിലെ അവസ്ഥ എപ്പോഴും ഒരുപോലെയല്ല. ഇന്ന് നല്ല അവസ്ഥയാണെങ്കിൽ നാളെ ചിലപ്പോൾ അവസ്ഥ മോശമാകും. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ചിലപ്പോൾ ദുഃഖമാകും. ഇന്ന് ലാഭമാണെങ്കിൽ നാളെ ചിലപ്പോൾ നഷ്ടമാകും. ദുനിയാവിലെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. എന്നും സന്തോഷത്തിലും സുഖത്തിലുമല്ല ദുനിയാവിലെ ജീവിതമെന്നുള്ളത്. എപ്പോഴും സന്തോഷത്തിലും സുഖത്തിലുമുള്ളത് സ്വർഗത്തിലെ ജീവിതമാണ്. എപ്പോഴും ദുരിതത്തിലും പ്രയാസത്തിലുമല്ല ദുനിയാവിലെ ജീവിതം. എപ്പോഴും ദുരിതവും പ്രയാസവും ഉള്ളത് നരകത്തിലെ ജീവിതത്തിലാണ്. എന്നാൽ ദുനിയാവിലെ ജീവിതം ഈ രണ്ട് കാര്യങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും, ലാഭമുണ്ടാവും, നഷ്ടമുണ്ടാകും, സമാധാനമുണ്ടാവും, സമാധാനക്കേടുണ്ടാവും. ഇതെല്ലാം മാറി മാറിക്കൊണ്ടേയിരിക്കും ദുനിയാവിൽ. ഈ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത്. എന്നാൽ മനുഷ്യരുടെ ഒരു മോശമായ സ്വഭാവമാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ അല്ലാഹുവിനെ ഓർക്കും. എന്നാൽ ആ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിക്കൊടുക്കുകയും അനുഗ്രഹങ്ങളും സമാധാനം സന്തോഷവും നൽകിയാൽ അല്ലാഹുവിനെ മറന്നു കളയുകയും ചെയ്യും. ഇത് വളരെ മോശമായ ഒരു സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ്. മക്ക മുശ്രിക്കീങ്ങൾ ഇപ്രകാരമായിരുന്നു. അവരെന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കുടുങ്ങിയാൽ അല്ലാഹുവിനെ വിളിക്കുമായിരുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാലോ അല്ലാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ബാക്കി ദൈവങ്ങളെ വിളിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഈ രീതിയിൽ നിഷേധത്തിൻ്റെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലാഹുവിനെ വിളിക്കുക, ജീവിതം നന്നാക്കുക. ആ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിക്കൊടുത്താൽ, സന്തോഷവും നന്മകളും അനുഗ്രഹങ്ങളും നൽകിയാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയുണ്ടാവുക. ഇതൊരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ദുർഗുണമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. നിഷേധികളും മോശമായ ആളുകളുടെയും ഗുണമാണ് നന്മ വരുമ്പോൾ അല്ലാഹുവിനെ മറക്കുക എന്നുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, എന്തെങ്കിലും നന്മകൾ ലഭിക്കുന്ന സമയത്ത്, സുഖമുള്ള സമയത്ത്, നല്ല അവസ്ഥകളിൽ അല്ലാഹുവിനെ ഓർക്കുക. എന്നാൽ നിനക്ക് പ്രയാസമുണ്ടാവുന്ന സന്ദർഭത്തിൽ അല്ലാഹു നിന്നെ ഓർക്കുന്നതും നിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതുമാണ്.
ഈ രീതിയിലായിരിക്കും ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്നുള്ളത്. സന്തോഷമുണ്ടാകുമ്പോഴും സങ്കടമുണ്ടാകുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കണം. എല്ലാ ഘട്ടങ്ങളിലും ജീവിതത്തിൽ നഷ്ടമുണ്ടാകട്ടെ ലാഭമുണ്ടാവട്ടെ എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അത് പൂർത്തീകരിക്കുകയും എല്ലാ സമയത്തും ഒരുപോലെ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെയാണ് വിശ്വാസികളുടെ ഗുണം ആവേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. എന്നിട്ട് അവസാനമായി നമ്മൾ ഓതിയ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുന്നു. അഥവാ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ മറന്നു കളയുകയും ചെയ്യുന്നു. അള്ളാഹു തആല അവരെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സുഖിച്ചുകൊള്ളുക. നിങ്ങൾ ഈ താൽക്കാലികമായ അനുഗ്രഹങ്ങൾ കാരണമാണ് അള്ളാഹുവിനെ മറക്കുന്നതെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്തതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ ഓർക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിന്നീട് വലിയ ശിക്ഷ ലഭിക്കുന്നതാണ്. ആ ശിക്ഷ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി. സന്തോഷഘട്ടത്തിലും അള്ളാഹുവിനെ ഓർക്കുകയായിരുന്നു വേണ്ടത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ലഭിച്ച അനുഗ്രഹത്തിൽ സുഖിച്ചുകൊള്ളുക. പിന്നീട് നിങ്ങൾ അള്ളാഹുവിനെ മറന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഘട്ടങ്ങളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും സമാധാനമില്ലാത്ത സമയത്തും ഒരു വിശ്വാസി അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അറിയിച്ചിരുകയുണ്ടായി, ഒരു വിശ്വാസിയുടെ അവസ്ഥ എത്ര അത്ഭുതകരമാണ്. അവനൊരിക്കലും അള്ളാഹുവിനെ മറക്കുന്നവനല്ല. എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കരിക്കുന്നവനല്ല വിശ്വാസി. എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കരിക്കുന്നവനല്ല വിശ്വാസി. നേരെ മറിച്ച് ഈ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയത് അള്ളാഹു ആണെന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നന്ദി ബോധിപ്പിക്കുകയും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതാണെന്ന ബോധത്തോടുകൂടി അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുകയും ജീവിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അവൻ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നതല്ല, ഒരിക്കലും അവൻ മാനസികമായി തളർന്നു പോകുന്നതല്ല. നേരെ മറിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അവൻ ക്ഷമിക്കുന്നവനാണ്. എനിക്ക് പ്രയാസം നൽകിയത് അള്ളാഹുവാണ്. ഏത് അള്ളാഹുവാണോ പ്രയാസം നൽകിയത് അതേ അള്ളാഹു തന്നെ ആ പ്രയാസം മാറ്റാനും കഴിവുള്ളവനാണെന്ന് ഉറപ്പോടുകൂടി ആ പ്രയാസ സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമയെ കൈക്കൊള്ളുകയും അതിൻ്റെ പരിഹാരം അള്ളാഹുവോട് ചോദിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ടാവുന്ന സമയത്തും വിശ്വാസി അള്ളാഹുവിനെ ഓർക്കും. ദുഃഖമുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്ന സന്ദർഭത്തിലും ഒരു വിശ്വാസി അള്ളാഹുവിനെ ഓർക്കും. ഒരു സമയത്തും അള്ളാഹുവിനെ മറന്നു കളയുന്ന ശീലം വിശ്വാസികൾക്കുണ്ടാവുന്നതല്ല. ദുഃഖം വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.